ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വീഡിയോ പരമ്പരയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം എറണാകുളം തേവര പള്ളിയിൽ നടന്നത് നിങ്ങൾ കണ്ടോ? എന്തേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നമ്മൾ തിരുത്താത്തത്? ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്ന സത്യത്തെക്കുറിച്ചാണ്. നമ്മൾ പള്ളികളിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, ചില ആളുകൾ കരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ചില ആളുകൾ നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ചില ആളുകൾ പരിശുദ്ധ കുർബാന വന്ന് എടുത്ത് ഭക്ഷിച്ചിട്ട് കടന്നു പോകുന്ന ആളുകൾ തന്നെ പരിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിച്ചിട്ട് പോകുന്ന രീതിയും നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ എങ്ങനെ പരിശുദ്ധ കുർബാന സ്വീകരിക്കണം എന്നാണ് സഭ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോരുന്ന കാര്യം. ഇന്ന് കരങ്ങളിൽ സ്വീകരിക്കുന്നവരൊക്കെ പറയും, ആദിമ കാലഘട്ടങ്ങളിലൊക്കെ പരിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടിരുന്നത് കരങ്ങളിലായിരുന്നു. അത് 100% സത്യവുമാണ്. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ ഒന്നാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ പരിശുദ്ധ കുർബാന കരങ്ങളിലായിരുന്നു സ്വീകരിച്ചിരുന്നത്. കാരണം ആദിമ നൂറ്റാണ്ടുകളിലെ സഭ പീഡിത സഭയായിരുന്നു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു എന്നൊരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ വഴിവിളക്കുകളായി കത്തിച്ചു വെച്ച ക്രിസ്ത്യാനികൾ, സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കൊടുക്കപ്പെട്ട ക്രിസ്തീയ ജീവിതങ്ങൾ, തിളച്ച എണ്ണയിലേക്ക് എടുത്തെറിയപ്പെട്ട വിശ്വാസികൾ. അപ്പോൾ ഇങ്ങനെ ഒരു കാലഘട്ടത്തിൽ തീർച്ചയായും ഒരു പരിശുദ്ധ കുർബാന സമൂഹമായി അർപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആകുന്ന കാര്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിമ സഭാ സമൂഹങ്ങൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചിരുന്നത് ഭൂഗർഭ അറകളിൽ, ഫാം ഹൗസുകളിൽ ഒക്കെ ആയിരുന്നു. പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം ഈ തിരുവോസ്തി അവിടുത്തെ രോഗികളായിട്ടുള്ളവർക്ക്, അവിടുത്തെ മറ്റ് ആളുകൾക്കൊക്കെ പരിശുദ്ധ കുർബാന കൊടുത്തിരുന്നത് കരങ്ങൾ കൊണ്ടായിരുന്നു. അത് കൊടുത്തിരുന്നത് ഡീക്കന്മാരായിരുന്നു. പിന്നീട് സഭയ്ക്ക് സ്വാതന്ത്ര്യമായി കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്തീയ മതം റോമാ സാമ്രാജ്യത്തിൻ്റെ ഔദ്യോഗിക മതമായി അംഗീകരിച്ചപ്പം പിന്നീട് 6-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കുർബാന നൽകപ്പെട്ടത് നാവിലായിരുന്നു. പരിശുദ്ധ കുർബാന എങ്ങനെ സ്വീകരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് സഭയുടെ കൗൺസിലും അതുപോലെ പിതാക്കന്മാരുടെ അഭിപ്രായമൊക്കെ നമ്മളൊന്ന് കാണുന്നത് നല്ലതാണ്. സഭയുടെ വലിയ പണ്ഡിതനായിട്ടുള്ള വിശുദ്ധ ബേസിൽ പറയുന്നൊരു കാര്യമുണ്ട്, പരിശുദ്ധ കുർബാന നൽകപ്പെടേണ്ടത് നാവിലാണ്, കരങ്ങളിലല്ല. AD 380 കൗൺസിൽ ഓഫ് സരഗസ എന്ന് പറയുന്നൊരു കൗൺസില് ഇങ്ങനെ പറയുകയുണ്ടായി. പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും ഓട്ടോമാറ്റിക് എക്സ്കമ്മ്യൂണിക്കേഷന് കാരണമാകുന്ന തെറ്റാണ് എന്ന കാര്യം കൗൺസിൽ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും AD 650 നടന്നൊരു കൗൺസിൽ ഓഫ് സിനഡ് ഓഫ് റൂവൻ അവിടെ പറഞ്ഞൊരു കാര്യം, പരിശുദ്ധ കുർബാന കരങ്ങളിലാണ് സ്വീകരിക്കുന്നതെങ്കിൽ അത് സാക്രിലേജ് ആണ് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായ വസ്തുക്കളെ അശുദ്ധമായി ഉപയോഗിക്കുന്ന ഒരു തെറ്റാണ്, അത് പറഞ്ഞ് കുമ്പസാരിക്കേണ്ടതാണ് എന്നുള്ള കാര്യം സിനഡ് ഓഫ് റൂവൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുക എന്നൊരു കാര്യം ഇന്ന് സഭയിൽ പ്രാബല്യത്തിൽ വന്നത് എന്നതിൻ്റെ ചരിത്രം നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നെതർലൻഡിലെ ഒരു കൂട്ടം ബിഷപ്പുമാർ, കുറച്ച് വിശ്വാസികൾ, കുറച്ച് അച്ഛന്മാർ അവരൊന്നു ചേർന്ന് അവർ പരിശുദ്ധ കുർബാന കരങ്ങളിൽ നൽകാൻ തുടങ്ങി. അങ്ങനെ ഉണ്ടായ സാഹചര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടസ്റ്റൻ്റ് ചിന്താഗതിയുടെ സ്വാധീനം ഇതിൻ്റെ ഉള്ളിൽ വളരെ പ്രബലമായിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രൊട്ടസ്റ്റൻ്റുകാരെ സംബന്ധിച്ച് പരിശുദ്ധ കുർബാന എന്നത് അവരെ സംബന്ധിച്ച് ഒരു അടയാളം മാത്രമാണ്, ഒരു വസ്തു മാത്രമാണ്. അവർക്ക് അതിനപ്പുറത്തേക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പെന്തക്കോസ്ത ചിന്താഗതിയുടെ പിന്നാമ്പുറങ്ങളിൽ നിന്നുകൊണ്ട് നെതർലൻഡിലെ കുറച്ച് ബിഷപ്പുമാർ, കുറച്ച് വൈദികർ അവർ ചിന്തിക്കാനായിട്ട് തുടങ്ങി, പരിശുദ്ധ കുർബാന നമുക്ക് കരങ്ങളിൽ സ്വീകരിക്കാം. അങ്ങനെ റോമിൻ്റെ പെർമിഷൻ ഒന്നും ഇല്ലാതെ തന്നെ, എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ പെർമിഷനോടൊന്നും കൂടെ അല്ലായിരുന്നു അവർ കരങ്ങളിൽ പരിശുദ്ധ കുർബാന നൽകിയിരുന്നത്. ഇതിൽ പിന്നീട് റോമിൻ്റെ ഇടപെടൽ ഉണ്ടാവുകയും റോം ഇതേക്കുറിച്ച് പഠിക്കുകയും ലോകമാസകലമുള്ള എല്ലാ ബിഷപ്പുമാരോടും ഇതേക്കുറിച്ച് അഭിപ്രായം ചോദിക്കുകയും
അങ്ങനെ 2/3 ഭൂരിപക്ഷം ലഭിക്കാതെ വരികയും ചെയ്തപ്പോൾ പോൾ 6 മാർപ്പാപ്പ നൽകിയ ഒരു ആനുകൂല്യമാണ് ശരിക്കും കരങ്ങളിൽ പരിശുദ്ധ കുർബാന വേണമെങ്കിൽ സ്വീകരിക്കാം, എങ്കിലും നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം. അത് പിന്നീട് ഒരു ആനുകൂല്യം, ശരിക്കും ഒരു അവകാശമായി മാറുകയും അത് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയും ചെയ്തു. അങ്ങനെ ആളുകളെല്ലാം നാവിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് പകരം കരങ്ങളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന കരങ്ങളിൽ സ്വീകരിക്കുന്ന ആളുകൾ പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്, കർത്താവ് തന്നെ പറഞ്ഞില്ലേ, ടേക്ക് ദിസ്, പരിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിക്കുവിൻ. അപ്പൊ എടുത്ത് ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കരങ്ങളിൽ പരിശുദ്ധ കുർബാന എടുത്ത് ഭക്ഷിക്കുക എന്നല്ലേ അർത്ഥം എന്ന് വാദിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ലാറ്റിൻ വൾഗേറ്റ് എന്ന് പറയുന്ന ലാറ്റിൻ ബൈബിളാണ് ശരിക്കും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടത്, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത്. അതിൽ ഈ ടേക്ക് എന്ന് പറയുന്ന പദം, അത് ലാറ്റിനിൽ അത് ഉപയോഗിക്കുന്ന ആ ഒരു പദത്തിന്റെ ആ വ്യാഖ്യാനം എന്ന് പറയുന്നത് റിസീവ് എന്നാണ്, സ്വീകരിക്കുക. ആക്കിപ്പീരെ എന്ന് പറയുന്ന ഒരു വാക്കാണ് ശരിക്കും ഉപയോഗിച്ചിരിക്കുന്നത് ലാറ്റിനിലെ അങ്ങനെ ഉള്ളൊരു വാക്കാണ്. ആ വാക്കാണ് ശരിക്കും റിസീവ് ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ സ്വീകരിക്കാൻ ഈശോ പറയുന്നതും റിസീവ് എന്ന് പറയുന്ന പദത്തിന് ഉപയോഗിക്കുന്ന അതേ വാക്ക് തന്നെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എന്ന് പറഞ്ഞാൽ ടേക്ക് എന്ന് പറയുന്ന പദത്തിനും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവും പറഞ്ഞത് സ്വീകരിക്കുക എന്നാണ്, എടുത്ത് ഭക്ഷിക്കുക എന്നതല്ല ശരിക്കും അവിടുത്തെ അർത്ഥം. പിന്നെയോ അത് സ്വീകരിക്കുക എന്ന് തന്നെയാണ്. ഫാത്തിമയിൽ ഫ്രാൻസിസ്, ജസീന്ത, ലൂസി ഈ പിള്ളേർക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ പിള്ളേർക്ക് പരിശുദ്ധ കുർബാന കൊടുത്തു. ആരാ കൊടുത്തത്? മാലാഖ പരിശുദ്ധ കുർബാന കൊടുത്തു. ഈ മാലാഖ പരിശുദ്ധ കുർബാന കൊടുക്കുന്നത് നാവിലാണ്. ആദ്യ കുർബാന സ്വീകരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മധ്യസ്ഥയായ എമിൽഡ ലംബർത്തിനി, ഈ എമിൽഡ ലംബർത്തിനി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ച ആളാണ്. പക്ഷെ പരിശുദ്ധ കുർബാന കൊടുത്തിരുന്നില്ല, കാരണം എമിൽഡ ലംബർത്തിനിക്ക് പ്രായമായില്ല, ഒരു കൊച്ചു കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ഒടുക്കം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ അതിയായി ആഗ്രഹിച്ചതിന്റെ ഫലമായിട്ട് പരിശുദ്ധ കുർബാന അവസാനം മരിക്കുന്ന സമയത്ത് ഈ എമിൽഡ ലംബർത്തിനിയുടെ നാവിൽ കാണപ്പെട്ടു എന്നാണ് ചരിത്രം. കാരണം സ്വർഗം എമിൽഡ ലംബർത്തിനിയുടെ ആഗ്രഹത്തെ മാനിച്ചു. അതുകൊണ്ട് നാവിൽ പരിശുദ്ധ കുർബാന കാണപ്പെട്ടു എന്നാണ് ചരിത്രം നമ്മളോട് പറയുക. ദൈവിക ദർശനങ്ങൾ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം അതൊക്കെ തന്നെയാണ്. അക്കിത്തയില് സിസ്റ്റർ ആഗ്നസിന് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മ ആഗ്നസിനോട് പറയുന്ന ഒരു കാര്യം ഇതാണ്, പരിശുദ്ധ കുർബാന സ്വീകരിക്കേണ്ടത് നാവിലാണ്. ഓസ്ട്രിയയിലെ മിസ്റ്റിക്കായിരുന്ന മരിയ സിമ്മ, അപ്പം മരിയ സിമ്മ പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്വർഗത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഈ കരങ്ങളിലുള്ള പരിശുദ്ധ കുർബാന സ്വീകരണമാണ്. പിന്നെ അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ പരിശുദ്ധ കുർബാന നാവിലാണ് ശരീരവും രക്തവും മാറിയത്. ഉദാഹരണം പറയണ കഞ്ചിക്കോട് റാണിച്ചേച്ചി പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചപ്പോഴാണ് ശരീരവും രക്തമായിട്ട് ദൃശ്യമായി മാറിയത്. കൊറിയയിലെ ജോവാന കിം എന്ന് പറയുന്ന സഹോദരി, ആ സഹോദരി പരിശുദ്ധ കുർബാന നാവിൽ സ്വീകരിച്ചപ്പോഴാണ് അത് ദൃശ്യമായി ശരീരവും രക്തവുമായി കാണപ്പെട്ടത്. ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പരിശുദ്ധ കുർബാന ശരിക്കും സ്വർഗം ആഗ്രഹിക്കുന്നത് നമ്മൾ നാവിൽ തന്നെ സ്വീകരിക്കണം എന്നുള്ളതാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. വിശ്വാസത്തോടു കൂടി നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോ മുഴുവനും നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ്. വിശുദ്ധ കുർബാന ഈശോ തന്നെയാണ്. വിശുദ്ധ കുർബാനയെ നമ്മൾ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുമ്പം ഈശോയെ തന്നെയാണ് നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് വിശുദ്ധ കുർബാനയെ എത്രമാത്രം ആദരവോടുകൂടി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമോ അത്രമാത്രം ആദരവോടുകൂടി നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം. അതിനേറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം നാവിൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്നതാണ്. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.